എല്ലാവർക്കും നമസ്കാരം. റിപ്പോർട്ടിംഗ് ഫ്രം ബഹ്റിൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടിംഗ് ഫ്രം ബഹ്റിൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ബഹ്റിൻ വിശേഷങ്ങളും പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കുക്കിംഗ് ചാനലിൽ വരുന്ന കുക്കിംഗ് വീഡിയോസുമാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മകളുടെ വിവാഹത്തിൻ്റെ ശുഭാവസരത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അവൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു കവിതയോടുകൂടി ഇത് ചാനൽ ഞാൻ തുടങ്ങുകയാണ്. കവിതയുടെ പേര് മകളെ നിനക്കായി, ആലാപനം ഞാൻ തന്നെ. മകളെ നിനക്കായി അമ്മതൻ ആശംസകൾ, മനസ്സിനിണങ്ങും ജീവിത പങ്കാളിയെ നേടിയതിനായിരം ആശംസകൾ. മകളെ നീ അമ്മയ്ക്കെന്നും പൊൻകുഞ്ഞായിരുന്നു, ബാഹ്യപ്രേരക പൂജകങ്ങൾ തള്ളിപ്പറഞ്ഞപ്പോഴും അമ്മയ്ക്കെന്നും ഈ കുഞ്ഞു പൊൻകുഞ്ഞായിരുന്നു. കർക്കശമായ ചെയ്തികൾക്കു കുഞ്ഞുമനം നൊന്തിരുന്നെങ്കിൽ കൈകൂപ്പുന്നു മകളെ മാപ്പു നൽകിയിടുക. ആത്മാവിൽ ജീവനുള്ളിടത്തോളം നീ ഞങ്ങളുടെ ഉത്തരവാദിത്വവും നിങ്ങളിൽ ചേർന്നു ജീവിച്ചിടേണം, അമൂല്യമായ ജീവിതത്തെ കരുതിടേണം. മറക്കരുത് മകളെ, നിന്നെയും ഓർത്തോർത്തിരിക്കും നിൻ്റെ ഈ കുടുംബമുണ്ടിവിടെ. ഞാൻ ആദ്യമായി കാണിക്കുന്നത് മിയ കിച്ചണിലെ റെസിപ്പിയാണ്. ഇത് ഞാൻ ചെയ്തപ്പോൾ വളരെ ശരിയായൊരു പാചകമായിരുന്നു. നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടിളക്കാം. പിന്നെ മുളക്. എന്നാ പറയുന്നത് തിളയ്ക്കാൻ വിടുക. അന്നേരം കൊണ്ട് നമ്മുടെ വീട്ടിലെ മറ്റു പണികൾ തീർക്കാം. ഇത് പെർഫെക്റ്റ് ഇല്ലാതെ കൈക്കണക്കാണ്. വിനെഗർ ചേർക്കുന്നുണ്ട്. എല്ലാവരും കൈക്കണക്ക് നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ. അപ്പോൾ അവരുടെ മെഷർമെൻ്റൊന്നും നടക്കില്ല. കണക്കാണ് നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ, അവരുടെ അളവൊന്നും നമുക്ക് നടക്കില്ല. യൂട്യൂബ് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇനി ഒന്നാം പോലെ വെച്ച് കൊടുക്കുന്നു. ടൈം ചേർക്കും. ഇങ്ങനെയൊക്കെയാണ് കുക്കിംഗ് ചാനലിൽ നിന്ന് റെസിപ്പി എടുത്ത് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തിളയ്ക്കുന്നതിന് മുൻപ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കട്ടെ. ഓഫാക്കിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കട്ടെ. തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി രുചി നോക്കട്ടെ. നല്ല രുചിയുണ്ട്. ഞാൻ ഗ്യാരണ്ടി ഇട്ടുണ്ടാക്കിയിട്ടും നല്ല രുചിയിൽ വന്നിട്ടുണ്ട്. ഊണ് മേശയിലേക്ക് എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. എണ്ണ ഒഴിച്ചു. ഇനി മിയ പറഞ്ഞതുപോലെ ഇതിലേക്ക് സവാള, ഇഞ്ചി,